വളരെയധികം ടെൻഷനും വേവലാതി ഉണ്ടായിരുന്നു. കാരണം 2015 പാസ് ഔട്ട് ആയതാണല്ലോ, 3 വർഷം ഗ്യാപ്പ് വന്നു. പല സബ്ജക്റ്റുകളും പേര് തന്നെ മറന്നുപോയി. അപ്പോൾ എങ്ങനെയൊക്കെ ഇതൊക്കെ പഠിച്ചെടുക്കാം എന്നുള്ള നല്ല വേവലാതി ഉണ്ടായിരുന്നു. എല്ലാവരും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ്. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് കോഴ്സ് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് വന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ അക്കാഡമിക്കലി കുറച്ച് ആവറേജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പിന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമാണ്, അവരിനി എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ കിട്ടുമോ, അതല്ലെങ്കിൽ അവർക്കൊരു ഗവൺമെൻറ് സർവീസിലോട്ട് കയറാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. വരാൻ പോകുന്ന PSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നമസ്കാരം, എൻ്റെ പേര് ശ്രീനാഥ്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിൽ താമസിക്കുന്നു. ഇപ്പോൾ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ആയിട്ട് മൈനർ ഇറിഗേഷൻ സബ് ഡിവിഷൻ കാഞ്ഞങ്ങാട് വർക്ക് ചെയ്യുന്നു. ഞാൻ 2011 ഡിപ്ലോമ പാസ് ഔട്ട് ആയത് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജിൽ നിന്നും. അതിനുശേഷം ലാറ്ററൽ എൻട്രി വഴി BTechന് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂരിൽ ജോയിൻ ചെയ്തു. 2015 പാസ് ഔട്ടായി. എവരെയും പോലെ സൈറ്റ് എഞ്ചിനീയറിംഗ് മേഖലയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. കോഴിക്കോട് 1 വർഷക്കാലം സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തു. അങ്ങനെ കോഴിക്കോട് സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തു വരുന്ന സമയത്താണ് വിദേശത്തൊരു ജോലി എന്നുള്ളൊരു സ്വപ്നം മനസ്സിൽ വരുന്നത്. അങ്ങനെ എൻ്റെ ഒരു റിലേറ്റീവ് വഴി പെട്ടെന്ന് തന്നെ ഒരു വിസ ശരിയാവുകയും 2016 ബഹ്റൈനിലോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ നീണ്ട 2 വർഷക്കാലം ബഹ്റൈനിൽ ജോലി ചെയ്തു. ഓഫീസ് വർക്കായിരുന്നു. എന്നിരുന്നാൽ കൂടി നമ്മുടെ ഇവിടെ കാണുന്ന പോലെ 8 മണിക്കൂർ ജോലി ആയിരുന്നില്ല. രാവിലെ 7 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 12-1 മണി വരെയൊക്കെ കണ്ടിന്യൂസ് ജോബായിരുന്നു. 12-13 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഓഫീസ് വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ മാനസികമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ട് ആ സമയത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രവാസ ജീവിതത്തിൻ്റെ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത്, നമുക്ക് പെട്ടെന്നൊരു അസുഖം വന്നെന്നിരിക്കട്ടെ, നമ്മളെ നോക്കാനോ നമ്മളെ കെയർ ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല. അതാരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാവരും അവരുടേതായ തിരക്കിലാണ്. ആർക്കും മറ്റൊരാളെ നോക്കാനുള്ളൊരു സമയമൊന്നും അവിടെ ഉണ്ടായെന്ന് വരില്ല. അങ്ങനെ ഒരു 1.5 വർഷമൊക്കെ ആയപ്പോഴേക്ക് എനിക്ക് തീരെ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ആ സമയത്താണ് വന്നത്. നാട്ടിൽ തന്നെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എത്രയോ ഭേദമായിരുന്നു എന്നുള്ളത് പിന്നെ ആലോചിക്കുകയും, അങ്ങനെ ആദ്യം നമ്മൾ ഫാമിലി ആയിട്ടാണല്ലോ ആലോചിക്കുക. ഞാൻ വീട്ടിലേക്ക് വിളിച്ചു, അച്ഛനോട് കാര്യം പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, ചേട്ടനോടും ഒക്കെ ഡിസ്കസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അവരുടെ ഭാഗത്തുനിന്നും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിപ്ലൈ ആണ് ഉണ്ടായത്. നിനക്ക് താല്പര്യം എന്താണോ നീ അത് ചെയ്യ്, നാട്ടിൽ വന്ന് ജോലി നോക്ക്, നിനക്ക് കിട്ടും എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിപ്ലൈ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതെനിക്ക് വളരെയധികം പ്രചോദനം ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെയാണ് നാട്ടിലൊരു ഗവൺമെൻറ് ജോലിക്ക് എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യാമെന്നുള്ളത് മനസ്സിൽ തോന്നിയതും എൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് വിളിച്ച് ചോദിച്ചു. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലാവരും ഗൂഗിളിലാണല്ലോ സെർച്ച് ചെയ്യുക. അതുവഴി ഗൂഗിൾ വഴിയും കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി അന്വേഷിക്കുകയും, അങ്ങനെ കുറേ അധികം അന്വേഷണങ്ങൾക്കപ്പുറം കുറേ നമ്പേഴ്സ് കിട്ടി, കുറേ കോണ്ടാക്ട് ചെയ്തു, ഒരുപാട് പേരെ വിളിച്ചു. അങ്ങനെ അവസാനം ഞാൻ സിവിലിയൻസ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ അപ്രോച്ച് ചെയ്യുകയും അവരുടെ ഭാഗത്തുനിന്ന് അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു റിപ്ലൈ ആണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾ വരൂ, നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യൂ, ഞങ്ങൾ കൂടെയുണ്ട്, എന്തായാലും ജോലി കിട്ടും എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി എനിക്ക് കിട്ടുകയുണ്ടായി. അങ്ങനെ നീണ്ട 2 വർഷത്തെ പ്രവാസത്തിന് ശേഷം വിസ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ നാട്ടിലോട്ട് മടങ്ങിയായിരുന്നു. അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ഒരാഴ്ച വീട്ടുകാരുടെ കൂടെ ചിലവഴിച്ച് സിവിലിയൻസിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് വരികയാണ് ഉണ്ടായത്. 2018 നവംബർ ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്യുന്ന സമയത്ത് വളരെയധികം ടെൻഷനും വേവലാതി ഉണ്ടായിരുന്നു. കാരണം 2015 പാസ് ഔട്ട് ആയതാണല്ലോ, 3 വർഷം ഗ്യാപ്പ് വന്നു. പല സബ്ജക്റ്റുകളും പേര് തന്നെ മറന്നുപോയി. അപ്പോൾ എങ്ങനെയൊക്കെ ഇതൊക്കെ പഠിച്ചെടുക്കാം എന്നുള്ള നല്ല വേവലാതി ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എൻ്റെ ടെൻഷൻ്റെ ലെവല് മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നത്. ഞാൻ ടഫാണെന്ന് വിചാരിച്ച പല സബ്ജക്റ്റുകളും വളരെ ബേസിക്കായിട്ട് ഏതൊരു ആവറേജ് സ്റ്റുഡൻറ്റിനും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ എടുത്തു വന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഡിസൈൻ നല്ല ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്. റെഡ്ഡി സാറാണ് അത് ഇവിടെ കൈകാര്യം ചെയ്തത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് അതുൽ സാറിൻ്റെ ക്ലാസ് ആയിരുന്നു. സർവേ നിതിൻ സാറിൻ്റെ ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിൽ എടുത്തു പറയണം, ഗൂഗിൾ സാറിൻ്റെ ക്ലാസ് ആണ്. ഒരു നിമിഷം പോലും നമുക്ക് ക്ലാസ്സിൽ നിന്ന് മൈൻഡ് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ചിന്ത പോവില്ല. അത്രയും എൻഗേജ്ഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന സാറാണ് ഗൂഗിൾ സാറ്. അതുപോലെ തന്നെ മറ്റ് ഫാക്കൽറ്റി എല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല.
എല്ലാ ക്ലാസ്സും വളരെയധികം മികച്ചതായിരുന്നു. അങ്ങനെ 6 മാസത്തെ ക്ലാസ്സുകൾക്ക് ശേഷം 2019 ജൂണോടുകൂടി ഞങ്ങളുടെ ക്ലാസ്സുകൾ അവസാനിച്ചു. ആ ഒരു സമയത്താണ് ഓവർസിയർ AE തസ്തികകളിലേക്ക് കേരള PSC നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെ നാട്ടിലോട്ട് പോകാൻ നിൽക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് കാരണം നാട്ടിലോട്ടുള്ള പോക്ക് ഒഴിവാക്കി തിരുവനന്തപുരത്ത് തന്നെ നിൽക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് സിവിലിയൻസ് ഒരു സ്റ്റഡി സർക്കിൾ ഫോം ചെയ്തു. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസിൻ്റെ റിവിഷൻ വെച്ചുകൊണ്ട് തന്നെ ഒരു സ്റ്റഡി സർക്കിൾ തൈവിളയിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും അതിൽ ജോയിൻ ചെയ്തു. അങ്ങനെ കമ്പൈൻ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തൈവിളയിൽ രാവിലെ ആദ്യം എത്തുന്നതും അതുപോലെ തന്നെ വൈകിട്ട് അവസാനം പോകുന്നതും ഞങ്ങൾ കുറച്ച് പേരായിരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് സിവിലിയൻസ് ഒരു ഈവനിങ് ബാച്ച് ഉണ്ടായിരുന്നു സിവിലിയൻസിൻ്റെ. അതുകൊണ്ട് തന്നെ ഫാക്കൽറ്റിയുടെ അവൈലബിലിറ്റി ഈവനിങ്ങിൽ പോലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പല സബ്ജക്റ്റുകളിലും ഡൗട്ട് വരാം. ആ ഒരു സമയത്ത് ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ ഞങ്ങളെ ഈ ഫാക്കൽറ്റി വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടും സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാവരും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ്. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ അബ്രോഡിലെ ജോലി റിസൈൻ ചെയ്യുന്ന സമയത്ത് കേരള PSCയുടെ ഒരു നോട്ടിഫിക്കേഷൻ പോലും വിളിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ വരാനിരിക്കുന്ന എക്സാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ പഠനം തുടങ്ങിയത്. എനിക്ക് നിങ്ങളോടും അത് തന്നെയാണ് പറയാനുള്ളത്. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമല്ല, വരുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ പഠനം തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വന്നോളും. ആ ഒരു എക്സാം സമയമാകുമ്പോഴേക്കും നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. കോഴ്സ് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് വന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ അക്കാഡമിക്കലി കുറച്ച് ആവറേജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പിന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമാണ്, അവരിനി എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ കിട്ടുമോ, അതല്ലെങ്കിൽ അവർക്കൊരു ഗവൺമെൻറ് സർവീസിലോട്ട് കയറാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. നിങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ തന്നെയാണ്. എന്നെക്കൊണ്ട് അത് സാധിക്കുമെങ്കിൽ നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും. വരാൻ പോകുന്ന PSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രം പഠനം തുടങ്ങിയാൽ മതി എന്നുള്ള രീതി ഒഴിവാക്കുക. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. അതുപോലെ കമ്പൈൻ സ്റ്റഡി താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ആ ഒരു രീതിയിൽ പഠനം തുടങ്ങുക. അതുപോലെ പരമാവധി പറ്റുന്നത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഒരു എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്നിരിക്കട്ടെ, ഉടനെ തന്നെ എന്നെ കൊണ്ടിത് പറ്റില്ല, ഇനി പഠനം നടക്കില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കാതിരിക്കുക. അടുത്ത എക്സാമിന് വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനിയുള്ള എക്സാമുകളിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഗവൺമെൻറ് സർവീസിൽ കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. Start your preparations for engineering competitive exams from top educators. Learn from the best.